നമ്മൾ കോർപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നും നിലവില് നമ്മുടെ പല പണികളും പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പണികൾ പൂർത്തിയാക്കാൻ സാധിക്കാത്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കടക്കണിയിലാവുകയും ഇതിനിടയ്ക്ക് ഒരു കോൺട്രാക്ട് ആത്മഹത്യ ചെയ്തത് വരെ നിങ്ങളുടെ എല്ലാം അറിവിലുണ്ട്. അത് ഈ കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥത തന്നെയാണ്. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ മേയറിനെ നമ്മൾ ഫോണിൽ അത്യാവശ്യ സമയത്തൊക്കെയാണ് ഫോണിൽ വിളിക്കാറുള്ളത്. ഫോൺ എടുക്കാത്ത കോവിഡ് സമയത്താണ് ഇലക്ഷൻ നടന്നത്. കിറ്റ് കൊടുത്താണ് ജനത്തെ. വാസ്തവത്തിലെ പാവങ്ങളാണ് കേട്ടോ. അവർക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ എന്നാണോ ഭരണത്തിൽ വന്നത് അതിന്റെ അടുത്ത മാസം തുടങ്ങി കൊടുത്തത് പോലും നിർത്തലാക്കി. നമസ്കാരം, ഗ്രാമപ്പോരിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാൻ വലിയ തന്ത്രങ്ങളുമായാണ് ഇത്തവണ കോൺഗ്രസ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. മുതിർന്ന നേതാക്കളും യൂത്ത് കോൺഗ്രസിന്റെ ശക്തരും സർക്കാരിന്റെ ദുർഭരണത്തിനും അഴിമതിക്കുമെതിരെ ശബ്ദമുയർത്തിയ യുവ നേതാക്കളെയും രംഗത്തിറക്കിയാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് സജ്ജമായിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 88 വാർഡുകളിലും സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു. ഇതോടെ കോർപ്പറേഷനിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച ആദ്യ പാർട്ടിയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ്. അതേസമയം ശക്തരും നേതൃത്വപാഠവും മികച്ച സാമൂഹ്യ പ്രവർത്തനവും കൊണ്ട് ശ്രദ്ധേയരായ നിരവധി വനിതാ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇത്തവണ ഇടം നേടിയിട്ടുണ്ട്. ആശാപ്രവർത്തകരുടെ സമരത്തിന് കരുത്തായി നിന്ന രാജി, യൂത്ത് കോൺഗ്രസിലെ കരുത്തയായ വൈഷ്ണ, സർക്കാരിനെതിരായ സമരങ്ങളിലൂടെയും മികച്ച ജനസേവന പ്രവർത്തനങ്ങളിലൂടെയും ശ്രദ്ധേയരായ നീതു, അഖില, രേഷ്മ തുടങ്ങി നിരവധി വനിതാ സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിനായി തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിവിധ വാർഡുകളിൽ നിന്നായി ജനവിധി തേടുന്നത്. ഇക്കൂട്ടത്തിൽ ഏറെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒഴിവാക്കാൻ കഴിയാത്ത മറ്റൊരു ശക്തിയും മികച്ച പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയായ മറ്റൊരു വനിതാ സ്ഥാനാർത്ഥി കൂടിയുണ്ട്, മേരി പുഷ്പം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കുന്നുകുഴി വാർഡിൽ നിന്നും ജനവിധി തേടുന്ന മേരി പുഷ്പം ഒരു അധ്യാപിക കൂടിയാണ്. കഴിഞ്ഞ 2 തവണയായി ഇതേ വാർഡിലെ കൗൺസിലറാണ് മേരി പുഷ്പം. കഴിഞ്ഞ 2 പ്രാവശ്യവും വനിതാ സംവരണ സീറ്റിൽ മത്സരിച്ച മേരി പുഷ്പം ഇത്തവണ ജനറൽ സീറ്റിലാണ് മത്സരിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. മൂന്നാമതും കുന്നുകുഴിയിൽ നിന്നും ജനവിധി തേടുമ്പോൾ ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസമാണ് മേരി പുഷ്പത്തിനുള്ളത്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ്ടും കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ തരുന്നതിന് മുൻപ് തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഈ കഴിഞ്ഞ 5 വർഷം എൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ എന്നോടൊപ്പം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചത്. അതിന് നിങ്ങളുടെ ഓരോരുത്തരെയും ഓരോ കുടുംബാംഗങ്ങളെയും പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇപ്രാവശ്യം വീണ്ടും ഞാൻ മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. പേരിലെ സുഗന്ധം തന്റെ വാർഡിലെ ജനങ്ങളിലേക്ക് പകർന്ന മേരി പുഷ്പത്തിനെ ജനങ്ങൾ ഒരിക്കലും കൈവിടില്ലെന്നത് 100% ഉറപ്പാണ്. ഇതേ ഉറപ്പ് തന്നെയാണ് ഒരു ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് മേരി പുഷ്പത്തെ തെരഞ്ഞെടുത്ത തീരുമാനത്തിന് പിന്നിലെ കാരണവും. കേരളത്തിലെ മികച്ച കൗൺസിലർക്കുള്ള 2025 അവാർഡ് ജേതാവായ കോൺഗ്രസ് കൗൺസിലർ മേരി പുഷ്പത്തിന്റെ പ്രവർത്തന മികവ് അറിയണമെങ്കിൽ കുന്നുകുഴി വാർഡിലേക്കൊന്ന് നോക്കിയാൽ മതി. കൗൺസിലർ എന്ന നിലയിൽ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് മേരി പുഷ്പത്തെ കോൺഗ്രസ് നേതൃത്വം ഇത്തവണയും സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ 5 വർഷത്തെ വികസനം എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ മാലിന്യ സംസ്കരണം എടുക്കാം. സാധാരണ ആരോഗ്യ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മാലിന്യ സംസ്കരണം. ഈ മാലിന്യ സംസ്കരണം ഞാൻ വന്നപ്പോൾ കുത്തഴിഞ്ഞ് കിടക്കുകയായിരുന്നു. ഇവിടെ പ്രൈവറ്റുകാർ എടുക്കുകയും ഓടയിലും തോടിലുമൊക്കെ കൊണ്ട് വലിച്ചെറിയുകയും ആയിരുന്ന ഒരു സ്ഥിതിയായിരുന്ന സ്ഥലത്ത് നിന്നാണ് അതിനെ ഇന്ന് ഹരിതകർമ്മസേന 10 പേര്, നമ്മുടെ കുന്നുകുഴി വാർഡില് 10 പേര് ഹരിതകർമ്മസേനയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ മാസവും സ്പെഷ്യൽ കളക്ഷൻ ഡ്രൈവ് നടക്കാറുണ്ട്. സാധാരണ ഒരു വാർഡില് ഒരു പോയിന്റ് മാത്രമേ വെക്കാറുള്ളൂ, മിക്ക വാർഡില് പോയിന്റുകൾ വെക്കാറുള്ളൂ. പക്ഷെ അതേസമയം കുന്നുകുഴി വാർഡില് 5 പോയിന്റുകളാണ് ജനങ്ങൾക്ക് ഏറ്റവും അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ അടുത്തു കൊണ്ടുവന്ന് അജൈവ മാലിന്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും അടുത്ത് സ്പോട്ട് ഇട്ടിട്ട് അവർക്ക് അവരുടെ സൗകര്യത്തിനായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മാസവും എന്ത് ഇത് വന്നു കഴിഞ്ഞാലും ഇപ്പോ അടുത്ത കാലത്ത് തുണിയും ബാഗും ഒക്കെ എടുത്തു. ഏകദേശം 1000-ലധികം കിലോ ആണ് ഇവിടെ നിന്ന് തന്നെ നമ്മുടെ കുന്നുകുഴി വാർഡിൽ നിന്ന് മാത്രം വേസ്റ്റ് പോയത്. പൊതു ശൗചാലയങ്ങൾ, മാലിന്യ സംസ്കരണം, ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ, സ്പോർട്സിനോടുള്ള തന്റെ ഇഷ്ടവും യുവജനങ്ങളുടെ ആവശ്യവും കണക്കിലെടുത്ത ഒരു ഫുട്ബോൾ ഗ്രൗണ്ട്,
റോഡുകൾ, അങ്കണവാടി തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് മേരി പുഷ്പത്തിലൂടെ കുന്നുകുഴിയിൽ നടന്നത്. ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്ന് കരുതിയിരുന്ന ഹെൽത്ത് സെന്ററിന്റെ സ്ഥാനത്ത് ഹെൽത്ത് വെൽനസ് സെന്ററും പുതിയ വാർഡ് കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ മറ്റ് പൊതുവായ ആവശ്യങ്ങൾക്കുള്ള സൗകര്യപ്രദമായ കെട്ടിടം ഉൾപ്പെടെ കുന്നുകുഴി വാർഡിൽ മേരി പുഷ്പം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണമറ്റതാണ്. എല്ലാവർക്കും അറിവുള്ളതാണ്. ഇവിടെ ഒരു മേയർ ഭവനം പണിയുന്നതിന് കഴിഞ്ഞ എനിക്ക് മുൻപേ ഉണ്ടായിരുന്ന കൗൺസിലർ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹെൽത്ത് സെന്റർ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഡോക്ടർ ഉണ്ടാകുമായിരുന്നു. ആ ഹെൽത്ത് സെന്ററിനെയും അംഗനവാടിയെയും പൊളിച്ചു കളഞ്ഞിട്ടാണ് അവിടെ മേയർ ഭവനം പണിയാനായിട്ട് ശ്രമിച്ചത്. അതിന്റെ സ്ഥാനത്ത് ഞാനിപ്പോൾ ഹെൽത്ത് വെൽനസ് സെന്റർ ആകുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും കൃത്യമായിട്ട് 1 മണി മുതൽ 7 മണി വരെ ഒരു ഡോക്ടർ, നഴ്സ്, ഫാർമസിസ്റ്റിന്റെ സേവനം അവർക്ക് ലഭ്യമാകത്തക്ക വിധത്തിൽ ബിൽഡിംഗ് കെട്ടി അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. കുറച്ച് കറണ്ടിന്റെ വർക്ക് കൂടെ ബാക്കിയുള്ള അതിന്റെ മുകളിൽ തന്നെ കുട്ടികൾക്കായിട്ട് അംഗനവാടി പണി നടക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ എന്റെ ഇലക്ഷന് വന്നപ്പോഴത്തേക്ക് യുവജനങ്ങളുടെ ആവശ്യമായിരുന്നത് അവർക്കൊരു ഫുട്ബോൾ ഗ്രൗണ്ട് വേണമെന്ന്. അവർക്ക് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ചോദിച്ചപ്പോൾ എനിക്ക് 2 എണ്ണം, അതായത് ഒന്ന് സിറ്റി സ്കൂളിലെ നമ്മുടെ കുഞ്ഞു മക്കളും ചോദിച്ചു, അവർക്കും ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ചെയ്തു കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മുടെ ബാട്ടൺ ഹില്ലും ഫുട്ബോൾ ഗ്രൗണ്ട് ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ആവശ്യപ്പെട്ടതാണ് ജിംനേഷ്യം. ഈ ജിംനേഷ്യത്തിന് ഇപ്പോൾ ബിൽഡിംഗ് എല്ലാം ആയി സെറ്റായിട്ടുണ്ട്. ഈ വർഷം 10 ലക്ഷം രൂപ അതിന്റെ എക്യുപ്മെന്റ്സ് വാങ്ങുന്നതിന് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കുമായിട്ട് 10 ലക്ഷം രൂപയും വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ പർച്ചേസിന്റെ കാര്യങ്ങളൊക്കെ സിഡ്കോയുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യമായാലും കുട്ടികളുടെ വിദ്യാഭ്യാസം മുൻനിർത്തി കണ്ടുകൊണ്ട് നിർധനരായ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് സൗജന്യ വിദ്യാഭ്യാസം നൽകുകയും അതിന് എന്നെ സഹായിച്ചത് നമ്മുടെ പല കോളേജിലെയും യുവജനങ്ങളാണ്. അവർ വന്ന് എന്നോട് ഇങ്ങോട്ടാണ് ചോദിച്ചത്, ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്യാം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് കുന്നുകുഴി വാർഡ് തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തത്? അല്ല, അത് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹകരണം ഉണ്ടാകും എന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് കുന്നുകുഴി വാർഡ് തന്നെ അവർ തിരഞ്ഞെടുത്ത് നമ്മുടെ വാർഡിൽ സൗജന്യമായിട്ട് കുട്ടികൾക്ക് ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. ഇനിയും കുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാനായിട്ട് റെഡിയാണ്. കുട്ടികൾ മാത്രം തയ്യാറായാൽ മാത്രം മതി. അത്തരത്തിൽ കുട്ടികൾക്ക് പിന്നെ വന്നിട്ട് നമ്മൾ പട്ടികജാതി വികസനം, അതിനോടനുബന്ധിച്ച് പട്ടികജാതി ക്ഷേമത്തിന്റെ പദ്ധതികൾ വഴി ലാപ്ടോപ്പ്, പിന്നെ പഠനമുറി, അതോടൊപ്പം സ്കോളർഷിപ്പുകളൊക്കെ കൃത്യമായിട്ടും നൽകി വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് മാക്സിമം അവരിലേക്ക് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മാക്സിമം എത്തിക്കുക. ഇത് മാത്രമല്ല, ടെറസിലെ പച്ചക്കറി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പച്ചക്കറി തൈകള്, പിന്നെ പച്ചക്കറി വിത്തുകള്, അതോടൊപ്പം വയോജനങ്ങൾക്കുള്ള കട്ടില്, പെൻഷൻ, ഇത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. സാധാരണക്കാരായ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ചോദിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ എല്ലായ്പ്പോഴും മുന്നിൽ നിൽക്കുന്ന തങ്ങളുടെ സ്വന്തം പ്രവർത്തകയായ മേരി പുഷ്പത്തിൽ ഉറച്ച വിശ്വാസമാണ് കോൺഗ്രസിനും. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചിന്തിക്കാതെ ജനങ്ങളുടെ കൂടി വികാരം കണക്കിലെടുത്ത് ഇത്തവണയും മേരി പുഷ്പത്തെ തന്നെ കുന്നുകുഴി വാർഡിൽ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള വാഗ്ദാനങ്ങളിലൂടെയല്ല കുന്നുകുഴിയിലെ ജനങ്ങൾ മേരി പുഷ്പത്തെ അറിയുന്നത്, മറിച്ച് വിജയിച്ച് കൗൺസിലറായതിനു പിന്നാലെ വാർഡിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങളിലൂടെയാണ്. നമ്മുടെ വാർഡ് കമ്മിറ്റി ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ആണ് ഞാൻ തുടങ്ങിയതെങ്കിൽ തന്നെയും ഒരുപാട് പേര് അവിടെ നമ്മുടെ പല ഏരിയകളിലും ഒരു മരണം ബോഡി കൊണ്ട് വെക്കുന്നതിനോ വീടുകളിൽ പോലും ഇവിടെ കുന്നുകുഴി വാർഡിനെ സംബന്ധിച്ച് 4 കോളനികളാണുള്ളത്. കോളനി എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഏരിയ. അപ്പൊ ഈ തിങ്ങിപ്പാർക്കുന്ന ഏരിയ ആയത് കൊണ്ട് തന്നെ അവർ അത്രത്തോളം ബുദ്ധിമുട്ട്, ഒരു ബോഡി കൊണ്ടുവയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ആ സ്ഥലത്ത് ഞാന് പാട്ടൺ ഹിൽ പ്രദേശത്ത് ഒരു ക്യാബിൻ, വലിയൊരു ഹാള് കണക്ക് പണിയുകയും അതിലൊരു ക്യാബിൻ മാത്രം കൗൺസിലറിന് മറ്റുള്ള ആൾക്കാർക്ക് വന്ന് ഇരിക്കാനായിട്ട് വെക്കുകയും ബാക്കി എല്ലാ സ്ഥലവും അവിടത്തെ മരണത്തിനും മറ്റ് കല്യാണം, വീട് പാലുകാച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുമായിട്ടൊക്കെ വിനിയോഗിക്കാനായിട്ട് അവർക്ക് കൊടുക്കുകയും ഇതിപ്പോ 3 ബോഡി തന്നെ അവിടെ വന്ന് മരണം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് വെക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഒരു വീട് പാലുകാച്ചിനുള്ള വർക്ക് അവിടെയാണ് നടന്നത്. പിന്നെ കുടുംബശ്രീ മീറ്റിങ്ങുകൾ, അല്ലാത്ത മീറ്റിങ്ങുകൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ സിറ്റി സ്കൂളിലായാലും ഗവൺമെന്റ് പ്രോഗ്രാം സഹിതം ഇപ്പോ നടത്തുന്നതെല്ലാം നമ്മുടെ സിറ്റി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. മാത്രമല്ല, നഗരസഭയിൽ UDF വനിതാ കൗൺസിലർമാരെ അസഭ്യം പറഞ്ഞ ഡെപ്യൂട്ടി മേയർ PK രാജു രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ ശക്തമായ സമരപരിപാടികളിലും മേരി പുഷ്പം മുന്നിലുണ്ടായിരുന്നു. ഇത്തരത്തിൽ
വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റൊരു വശത്ത് മറ്റു സാമൂഹ്യ വിഷയങ്ങളിലും കോർപ്പറേഷന്റെ ഭരണ അഴിമതിക്കും സർക്കാരിന്റെ ദുർഭരണത്തിനുമെതിരെ ശബ്ദമുയർത്തുന്ന മേരി പുഷ്പത്തെ പോലുള്ളവരെയാണ് ജനങ്ങൾക്ക് ആവശ്യം. പിന്നെ നമ്മൾ കോർപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നും നിലവില് നമ്മുടെ പല പണികളും പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പണികൾ പൂർത്തിയാക്കാൻ സാധിക്കാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടുകൾ വളരെ പരിമിതമായിട്ടാണ് തരുന്നത്. ഒരു വാർഡിന് ആകെ തരുന്നത് 80 ലക്ഷം. ഈ 80 ലക്ഷത്തിൽ ഒരു വർഷം എന്തുമാത്രം നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആലോചിച്ചാൽ മനസ്സിലാകും. അപ്പോൾ വളരെ തുച്ഛമായ ഈ ഫണ്ട് അനുവദിക്കുകയും എന്നാൽ കോൺട്രാക്ടർമാർ വർക്ക് എടുത്തതിന് ശേഷം ഇവര് 10 വർക്കായാലും 20 വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് പൈസ കൊടുക്കാതിരിക്കുകയും അവര് കടക്കണിയിലാവുകയും ഇതിനിടയ്ക്ക് ഒരു കോൺട്രാക്ടർ ആത്മഹത്യ ചെയ്തത് വരെ നിങ്ങളുടെ എല്ലാം അറിവിലുണ്ട്. അത് ഈ കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥത തന്നെയാണ്. അതുപോലെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ മേയറിനെ നമ്മൾ ഫോണിൽ അത്യാവശ്യ സമയത്തൊക്കെയാണ് ഫോണിൽ വിളിക്കാറുള്ളത്. ഫോൺ എടുക്കാത്ത എല്ലാരും ഇവര് കൊട്ടിഘോഷിച്ചാണ് കൊണ്ടുവന്നത്. ഏറ്റവും ചെറുപ്പക്കാരിയായ പക്വതയുള്ള ആണ്. ഞാനും ഒരു സ്ത്രീയാണ്, പക്ഷെ അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഒരു ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഏത് രാത്രിയായാലും തിരിച്ച് വിളിക്കണം എന്നുള്ള ഒരു സാമാന്യ മര്യാദ പോലും അറിയാത്ത ഒരു മേയറാണ് ഇന്ന് വിളിക്കുന്നത്. ഞങ്ങൾ നേരത്തെയും ഞാൻ കൗൺസിലറായിട്ട് ഇരുന്നിട്ടുള്ളതാണ് 2010-15 കൃത്യമായിട്ടും അഡ്വക്കേറ്റ് ചന്ദ്രിക എന്ന് പറഞ്ഞാൽ അവര് കൃത്യമായിട്ട് നമ്മൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എടുക്കുകയും അപ്പോഴെടുക്കാൻ പറ്റിയില്ലെങ്കിൽ എപ്പോഴെങ്കിലും വിളിച്ച് നമ്മുടെ ഓരോ കാര്യങ്ങൾക്കുമുള്ള അതിനുള്ള ഒരു സോഴ്സ് കണ്ടെത്തി തരാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അപ്പോ അത്തരത്തിൽ പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ ഇന്ന് നടക്കുന്ന ഭരണം എവിടെയാണ് എത്തി നിൽക്കുന്നത്. ഇപ്പൊ ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും 2000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇനിയും അടുത്ത MLA ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അപ്പോഴും കുറെയൊക്കെ നമ്മുടെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്നതിനായിട്ട് എന്തെങ്കിലും അതൊക്കെ കൊണ്ടുവന്ന്, അതായത് കഴിഞ്ഞ കോവിഡ് സമയത്താണ് ഇലക്ഷൻ നടന്നത്. കിറ്റ് കൊടുത്താണ് ജനത്തെ. വാസ്തവത്തിലെ പാവങ്ങളാണ് കേട്ടോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ എന്നാണോ ഭരണത്തിൽ വന്നത് അതിന്റെ അടുത്ത മാസം തുടങ്ങി കൊടുത്തതുപോലും നിർത്തലാക്കി. അത്തരത്തിൽ ദുർഭരണം നടത്തുന്ന നമ്മുടെ ഗവൺമെന്റിനെയും കോർപ്പറേഷനെയും താഴെ ഇറക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ പോലുള്ള നമ്മുടെ 101 വാർഡിൽ നിൽക്കുന്ന UDFന്റെ കൗൺസിലർമാരെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് നിങ്ങളുടെ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി. കേവലം വാർഡിലെ കൗൺസിലറായി മാത്രം ഒതുങ്ങേണ്ട പ്രവർത്തകയല്ല മേരി പുഷ്പം. എന്തായാലും ഇക്കാലം അത്രയും കുന്നുകുഴി വാർഡിലെ ജനങ്ങൾക്കായി അവർക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച് മൂന്നാമതും ഇവിടെ നിന്നും ജനവിധി തേടുന്ന മേരി പുഷ്പത്തിന് ഇനിയും ഇവിടെ കൗൺസിലറായി തുടരാൻ സാധിക്കട്ടെ. അങ്ങനെ വന്നാൽ മാത്രമേ ഇനിയും വികസനങ്ങൾ കുന്നുകുഴിയിലെത്തൂ. സാധാരണക്കാരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി അവരോട് എല്ലായ്പ്പോഴും നിൽക്കുന്ന മേരി പുഷ്പത്തെ പോലുള്ളവരുടെ ശബ്ദം വാർഡിൽ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്കായി നിയമസഭയിലും ലോക്സഭയിലും ഉയരേണ്ടതുണ്ട്. അതിനുള്ള ആദ്യ ചുവടുവയ്പ്പാകട്ടെ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ.